ആക്ച്വലി സർ ഒരു ടെക്കിയായിരുന്നു. ഫ്രം ദർ ഈ ഒരു നിരീക്ഷകൻ എന്നൊരു മേഖലയിലേക്ക് എത്താൻ എങ്ങനെയാ ഒരു ജേർണി? എന്തുവായിരുന്നു മനസ്സിനകത്ത് അത്രയും വലിയൊരു തട്ടൽ തട്ടിയേ? വിട്ടാ പറ്റത്തില്ല, ഞാൻ അതിനു വേണ്ടി തർക്കിച്ചേ ഒക്കത്തുള്ളൂ എന്നുള്ളതൊരു. ടെക്കി ആകുന്നത് ഒരു 2005-ലാണ്. പക്ഷെ ചർച്ചകളിലൊക്കെ വരാൻ തുടങ്ങിയത് ഒരു 2015 ഓൺവേർഡ്സ് ആണ്. ഇപ്പം ഞാനൊരു പേഴ്സണൽ താല്പര്യത്തിൽ ഒരു റിസർച്ച് ചെയ്യുന്നുണ്ട്. ഡോക്ടറേറ്റ് മിനിറ്റൊന്നുമല്ല, പേഴ്സണൽ താല്പര്യം. അതൊരു ഹിസ്റ്ററി റിലേറ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് കൂടി ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പം അത് അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം അത് വളരെ വലിയ പോപ്പുലാരിറ്റി അതിന് കിട്ടുന്നു. പ്രൈം മിനിസ്റ്റർ വിളിക്കുന്നു, അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നു. അതൊക്കെ നടന്നതിന് ശേഷം എന്നെ ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് വിളിച്ചിട്ട് ഒരു ലേഖനം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എഴുതി തരുമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഞാനത് എഴുതി കൊടുക്കുന്നു. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ പിന്നീട് വീണ്ടും ഒരെണ്ണം കൂടെ തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവർ പറഞ്ഞു, ഇത് മാത്രം വേണമെന്നില്ല, മറ്റേതെങ്കിലും സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റഡ് ആണ് എഴുതാനെന്നുണ്ടെങ്കിൽ അത് എഴുതി തന്നാൽ നമ്മൾ പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നീട് പല ആർട്ടിക്കിൾസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഒരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂ റിലേറ്റഡ് ഞാനൊരു ലേഖനം എഴുതി, അത് പബ്ലിഷ് ചെയ്തു. അത് പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്ക് അന്ന് വലിയ ഹോട്ട് ടോപ്പിക് ആയിരുന്നു എന്നതുകൊണ്ട് അതിലൊരു വേറൊരു ടൈപ്പ് ഓഫ് വ്യൂ പ്രസൻറ്റ് ചെയ്തതുകൊണ്ട് അന്ന് എനിക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ടൈംസ് നൗവിൽ നിന്നൊരു കോൾ വരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇതേ വിഷയമാണ് ഇത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്, അർണബ് ഗോസ്വാമിയാണ് ആങ്കർ, സോ ക്യാൻ യു സിറ്റ് വിത്ത് അസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ഓക്കെ റെഡി എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്നെ അവിടെ നിന്ന് സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ചിട്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നു. അങ്ങനെയാണ് ഫസ്റ്റ് ഡിബേറ്റ്. അപ്പോൾ കളരി അതാണ്, അർണബിന്റെ കളരിയാണ് 2015. വലിയൊരു കളരിയല്ലേ അത്, ഫസ്റ്റ് കിട്ടാന്ന് പറയുന്നതാണ്. ബിക്കോസ് ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ്. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ വിളിച്ചു തുടങ്ങി. ഫസ്റ്റ് മാതൃഭൂമി ന്യൂസിൽ വന്നു, പിന്നെ കൈരളി, അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എത്തിയത് അല്ലേ? ഓക്കെ. ഈ നിരീക്ഷിക്കുക എന്ന് പറയുന്നതിന് വാക്കിന് ഒരു സൊല്യൂഷൻ വേണം എന്നുള്ളൊരർത്ഥവും കൂടെ വേണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു. അത് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ? അത് ഒരു ട്രിക്കി ചോദ്യമാണ്. നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട് എന്ന് പറയാം. പക്ഷെ എല്ലാ വിഷയത്തിലും നടക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ നടക്കണമെന്ന് നിർബന്ധമില്ല. അത് ബേസിക്കലി ഒരു പബ്ലിക്കിന്റെ ഒപ്പീനിയനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചർച്ച ഉണ്ടാകുന്നു, ചിലപ്പോൾ ഫോളോ അപ്പ് ചർച്ചകൾ ഉണ്ടാകുന്നു. ഒരേ വിഷയം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചർച്ചകൾ നടക്കുമ്പോൾ ഒരു സാമൂഹ്യ വിഷയമാണെങ്കിലും രാഷ്ട്രീയ വിഷയമാണെങ്കിലും ആ പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ സർക്കാരിന് കുറച്ച് സമ്മർദ്ദം ഉണ്ടാവും. അങ്ങനെ ചർച്ചകൾ മൂലം ഉണ്ടായ സമ്മർദ്ദം കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. പലതും സൊല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചിലപ്പോൾ അതൊരു അഴിമതി വിഷയമായിരിക്കാം, ചിലപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളിന് ഒരു നിയമനം കിട്ടേണ്ടുന്ന വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അത് കിട്ടാതിരുന്നു, അപ്പോൾ അതൊരു ചർച്ചയായി. ഫോളോ അപ്പ് ചർച്ചകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് സൊല്യൂഷൻസ് ഉണ്ടായിട്ടുണ്ടാകാം. പിന്നെ അൾട്ടിമേറ്റ്ലി ഉള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങളുടെ അടുത്തേക്കല്ലേ വരിക. അപ്പോൾ ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാനായിട്ട് നമ്മൾ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. കുറേയധികം പോസിറ്റീവ്സും അതുപോലെ നെഗറ്റീവ്സും ഉണ്ട്. പൊളിറ്റിക്കൽ പാർട്ടികൾ പല ഒപ്പീനിയൻസ് പറയുന്നു. അപ്പോൾ ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് ഒരു പാർഷ്യൽ ആയിട്ട് ആൾക്കാർ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇംപാർഷ്യൽ വ്യൂ എന്നതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലായ്പ്പോഴും ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു കോടതി വിധി വരികയാണ്. ആ കോടതി ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 50 പേജായിരിക്കും, ചിലപ്പോൾ 200 പേജായിരിക്കും. ഇതെത്ര പേര് വായിച്ചു നോക്കും? ഇല്ല. അപ്പോൾ ഇവിടുത്തെ വലിയ കോളേജിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കേസുകളിൽ പോലും വരുന്ന വിധികൾ ആൾക്കാരങ്ങനെ മെനക്കെട്ട് വായിച്ച് നോക്കാറൊന്നുമില്ല. മേ ബി ഒരു 0.001% ആൾക്കാരായിരിക്കും വായിച്ച് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഒരാൾ വായിച്ച് നോക്കിയിട്ട് അതിൽ ഇന്നതാണ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന പോയിന്റ്സ് ആണ് അതിലുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കൺവീനിയൻസ് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. നമ്മളായിട്ട് മെനക്കെടേണ്ടതില്ല, സമൺ എൽസ് ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ അസ്. ഈ ഒരു ഫീലുണ്ട്. അതിൻ്റെ ഒരു സ്നേഹം ആൾക്കാർക്കുണ്ട്. അപ്പോൾ ഒരു വിഷയത്തിനെ പറ്റി അവെയർ ആകുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. ഇതേ കാര്യം ഒരു പോളിസി വരുന്ന സമയത്തുണ്ടാകും, ഒരു നിയമം വരുന്ന സമയത്തുണ്ടാകും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഗുഡ് ആൻഡ് ബാഡ് ഒക്കെ ആൾക്കാർക്ക് ഓൺ ബിഹാഫ് ഓഫ് ദം നമുക്ക് പറയാനായിട്ട് കൊടുക്കുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഓൾ ഓഫ് എ സഡൻ അല്ലെങ്കിൽ പോലും ഇന്നോ നാളെയോ അതിനൊരു സൊല്യൂഷൻ വരുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒരു വലിയൊരു അറിവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. ഈവൻ ഇപ്പൊ എനിക്ക് പോലും, ഞാൻ പോലും ഈ പറഞ്ഞ കാറ്റഗറിയിൽ നേരത്തെ പെട്ട ഒരാളാണ്. അയ്യോ ഇതെന്താ ചുമ്മാ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പണിക്ക് പോകും. ഇപ്പൊ പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇനി ശ്രദ്ധിക്കും, ഈ ഒരു ചർച്ചയ്ക്ക് ഇനി ഒരു ഇതിനൊരു സൊല്യൂഷൻ എത്തുന്നുണ്ടോ. ബിക്കോസ് നമ്മളും അത് പാർട്ട് ഓഫ് ദ മെമ്പർ ആവുകയല്ലേ. Kitchen. Let's cook with love.